ഹലോ, കാര്യങ്ങളൊക്കെ ആകെ കുഴയുന്ന മട്ട. എന്തു പറ്റി? ആ കേസ് ചാർജ് ചെയ്ത് അവനെ അകത്തിടാൻ പറ്റിയില്ല. ആ ഡിവൈഎസ്പി ഒന്ന് അവനെ ഇറക്കി വിട്ടു. ഇന്നസെന്റ് ആണെന്നുള്ള സർട്ടിഫിക്കറ്റും കൊടുത്തു. പിന്നെ ആ CM DGP ഇതിൽ ഇടപെട്ടിട്ടുണ്ടല്ലോ, അതെന്താണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടൊരു പിടിയും കിട്ടുന്നില്ല. പിന്നെ ആ പഴയ ആക്സിഡന്റ് കേസേ, അത് റീഓപ്പൺ ചെയ്യാൻ DGPയോട് പറയുന്നത് ഞാൻ കേട്ട്. ഇയാൾ ഇതെന്തിനുള്ള പുറപ്പാടാ? അയാൾക്ക് എന്തെങ്കിലും കൊടുത്ത് ഒതുക്കാൻ നോക്കടോ. അത് നടക്കില്ലടോ. അയാള് വലിയ ഹരിചന്ദ്രനാ. അയാള് കേസ് അന്വേഷിച്ചോട്ടെ, ചിലപ്പോ സത്യം അന്വേഷിച്ച് കണ്ടുപിടിച്ചെന്നിരിക്കാം. പക്ഷേ കോടതിയിൽ കേസ് ചാർജ് ചെയ്ത് കൊടുക്കണമെങ്കിൽ തെളിവ് എവിടെ? അതവന്റെ ചത്തുപോയ തന്ത വിചാരിച്ചാലും ഉണ്ടാക്കാൻ പറ്റില്ലടോ, അതെനിക്ക് ഉറപ്പാ. എന്നാലും സൂക്ഷിക്കണം. ഈ നമ്പർ ആരെങ്കിലും നോട്ട് ചെയ്താലോ? എടോ, ഈ വണ്ടിക്ക് വെച്ചിരിക്കുന്ന നമ്പർ 1 മാസമായി വർക്ക്ഷോപ്പിൽ കിടക്കുന്ന വേറൊരു വണ്ടിയുടെയാണ്. അതിന്റെ ടെസ്റ്റ് വർക്ക് കഴിഞ്ഞിറങ്ങാൻ ഇനി 1 മാസം ടൈം എടുക്കും. പിന്നെ ഈ വണ്ടി നമ്മുടെ ആവശ്യം കഴിഞ്ഞ് ഇതിന്റെ ഒറിജിനൽ നമ്പർ പ്ലേറ്റ് വെച്ച് ഇത് ഇന്ന് തന്നെ ഓട്ടത്തിന് പോകും. അത്രേ ഉള്ളൂ, സിമ്പിൾ. ഗുഡ് ഐഡിയ. മൂപ്പര് വരാറായിട്ടുണ്ട്. മാസ്ക് ഇട്ടോ. കൂടെ ഒരു വെടിക്ക് 2 പക്ഷി. രണ്ടാവുമ്പോ റേറ്റ് അല്പം കൂടും. ഈ 15 എന്നുള്ളത് 20 ആക്കിക്കൂടെ? ഓക്കേടാ, നീ കാര്യം നടത്ത്. അതെ, അടുത്ത വളം തിരിഞ്ഞാ പിന്നെ ആളൊഴിഞ്ഞ സ്ഥലം അവിടെ വെച്ച് കാര്യം. ശരി ശരി. രണ്ട് തീർത്തിട്ടുണ്ടാവണ. ആനന്ദ്, എന്താ നടന്നു പോന്നേ? കേറിക്കോ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട സാർ, ഞങ്ങൾ നടന്നോളാം. കേറടോ, ആ കാര്യമുണ്ട് പറയാം. നിങ്ങളെ ആനന്ദിന്റെ വീട്ടിലേക്ക് പോയിക്കോ, ഞാൻ അവിടെ ഡ്രോപ്പ് ചെയ്തേക്കാം. ഓക്കെ സർ? സാറിനെ പോലെയുള്ള ഓഫീസർമാരാണ് നാട്ടുകാർക്ക് ആകെയുള്ള ഒരു രക്ഷ. ആനന്ദ് കേറി. ഹലോ, നമ്മളാരാ? ഞാൻ ലക്ഷ്മി, ഒരു പാലക്കാട്ട് പട്ടത്തിയാ. ഓഹോ, ഇവരൊക്കെ എന്റെ ഫ്രണ്ട്സാ. വെരി ഗുഡ്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. പട്ടത്തി, ഐ ലൈക്ക് യുവർ ബോൾഡ്നെസ്. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു സർ. ഐ വിൽ. നീ എന്തിനാ ഈ പാലക്കാട് പട്ടത്തി എല്ലാവരും പറഞ്ഞു കിടക്കണേ? അത് പറയണം, അല്ലെങ്കിൽ സാറ് കരുത് ഞാൻ ചെങ്കൽ ചുള കല്യാണിയാണ്. അത് കറക്റ്റാ. നല്ല ചായ ഉണ്ട്. ചായ എന്തിനാ മറ്റോൾക്കാടാ, പോടാ കഴുതേ. ഇവളെന്തിനാ ഇങ്ങനെ? ആനന്ദ്, നിന്നെ ഇടിച്ച് ഈ പരുവത്തിലാക്കിയ പോലീസുകാരോട് നിനക്ക് ദേഷ്യമില്ല? പിന്നെന്താ പരാതിയില്ലെന്ന് പറഞ്ഞു? പരാതി തന്നാ സാറിന് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ശക്തമായ നടപടി എടുക്കുമായിരുന്നു. എന്ത് നടപടി സാർ? ഒരു ട്രാൻസ്ഫർ, അല്ലെങ്കിൽ പരമാവധി ഒരു സസ്പെൻഷൻ, അത്രമാത്രം. എനിക്കിട്ട് ഒരിടിയെങ്കിലും തിരിച്ചു കൊടുക്കാൻ പറ്റുമോ സാറിന്? പറ്റില്ല അല്ലേ? പിന്നെ സസ്പെൻഷൻ പരമാവധി 6 മാസം, പകുതി ശമ്പളം കൃത്യമായി വീട്ടിലിരുന്ന് വാങ്ങാം.
പിന്നെ ഏതെങ്കിലും രാഷ്ട്രീയക്കാരനെ പിടിച്ചാ ഈസിയ സർവീസിലും കയറാം. ബാക്കി പകുതി ശമ്പളവും കൈപ്പറ്റാം. എനിക്കൊന്നും പറയാനില്ല ആനന്ദ്. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ SI സുശീലനും മറ്റുള്ള പോലീസുകാർക്കും നിന്നോട് എന്താ ഇത്ര പക? പറയാം സാർ. അത് മാത്രമല്ല ആനന്ദ്, SI രാജ്മോഹന്റെ ആക്സിഡന്റ് 1 മാസം മുമ്പ് റോഡ് ചെക്കിങ്ങിൽ 4 കോടി രൂപയുടെ മയക്കുമരുന്ന് പിടികൂടിയിരുന്നു. അറിയാം സാർ. 3 പ്രതികളില് 2 പേരെ അന്ന് പിടിച്ചു. 11 വർഷം ശിക്ഷ കിട്ടി. അവരിപ്പോ സെൻട്രൽ ജയിലുമാണ്. പക്ഷേ ഒരുത്തൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. അതവനാണ് പിടികിട്ട പുള്ളി. ഗോവയിൽ നിങ്ങളെ കുരുക്കിയ വിക്രം, ബെമ്പാല വിക്രം. അവനാണ് ഇതിന്റെ പിന്നിലെന്ന് അറിഞ്ഞത് മുതൽ ജയിലിൽ കിടക്കുന്ന 2 പേരുടെ കൂടെ ഞാനും കൂടി. അവർക്ക് ഫോൺ ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി. അത് ഞാനങ്ങ് റെക്കോർഡ് ചെയ്തു. ഒരു കാര്യം വ്യക്തമാണ്, അതൊരു സ്വാഭാവികമായ ആക്സിഡന്റ് ആയിരുന്നില്ല. പ്രതികളെ ഉടനെ കണ്ടുപിടിക്കാം. പക്ഷെ തെളിവ് എവിടെയെന്ന് കോടതി ചോദ്യം വരും. അതുണ്ടാക്കാൻ അത്ര എളുപ്പമല്ല. തെളിവുണ്ടെങ്കിൽ തന്നെ അതൊന്നും കോടതിയിൽ എത്തില്ല സാർ. ഡ്രഗ് മാഫിയ അതൊരു വലിയ റാക്കറ്റാണ്. അതിൽ ക്രിമിനൽസായ പല ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയ നേതാക്കന്മാർ പോലും ഉണ്ടെന്നുള്ളതാണ് സത്യം. സാർ, മറ്റു പല രാജ്യങ്ങളിലുള്ള പോലെ ഇത്തരം മാഫിയകളെ വെടിവെച്ചു കൊല്ലാൻ ഇവിടെ നിയമമില്ലേ? ഇല്ല അല്ലേ? അതുണ്ടായാലേ സാർ ഈ നാട് രക്ഷപ്പെടും. അല്ലെങ്കിൽ ഈ വക ക്രിമിനൽസിന്റെ അടിമകളെ പോലെ ജീവിക്കേണ്ടി വരും ഈ നാട്ടിലെ പാവങ്ങൾ. 19 വയസ്സ് മാത്രമുള്ള എൻ്റെ ഈ ശരീരം അവരിടിച്ചുടച്ചു. ഇന്നലെ വരെ I was too sensitive and soft hearted. പക്ഷേ ഇന്നെൻ്റെ മനസ്സിന് ഒരുക്കിൻ്റെ ശക്തിയുണ്ട്. എനിക്കിനി എന്തും നേരിടാം. ആവേശവും ആത്മവിശ്വാസമൊക്കെ നല്ലതാണ്. പക്ഷേ യു ഷുഡ് ബി വെരി കെയർഫുൾ. ശത്രുക്കളുടെ പിന്നിൽ പല ശക്തികളും കാണും. ആൻഡ് യു ആർ വെരി യങ് ടു. ഒരുപാട് നന്ദിയുണ്ട് സാർ, എന്നെ കുറുക്കുന്ന രക്ഷിച്ചേ. ഐ എം ഡൂയിങ് മൈ ഡ്യൂട്ടി ആനന്ദ്. Yeah, almost over. Yeah, going back. Okay. സർ, Yes. ആനന്ദ് എവിടെ സർ? അവൻ ഇന്നലെ വീട്ടിലെത്തിയില്ലേ? ഇല്ല സർ, സാർ അവനെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞല്ലേ? പക്ഷെ അവൻ എന്നോട് വേണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ ആരും ഇതുവരെ കോൺടാക്ട് ചെയ്തില്ലേ? ഇല്ല, ഹോസ്റ്റലിൽ അവൻ എന്നെ കാണാൻ വന്നിരുന്നു. പക്ഷെ ഉടനെ തന്നെ പോയി. എന്തിനാ വന്നത്? അത്യാവശ്യം എന്ന് പറഞ്ഞ് എന്റെ ATM കാർഡ് വാങ്ങിയിട്ട് പോയി. എത്ര രൂപ ഉണ്ടായിരുന്നല്ലേ? 1 ലക്ഷമൊക്കെ ഉണ്ടാവും. ഹലോ, എയർപോർട്ട് ഓഫീസറല്ലേ? സാർ, ഞാൻ ഗഫൂർ മുഹമ്മദ് DYSP. സാർ, എനിക്ക് അത്യാവശ്യമായിട്ടൊരു ഇൻഫർമേഷൻ വേണമായിരുന്നു. ഇന്ന് രാവിലെ 10 മണിക്ക് ശേഷം ഏതെങ്കിലും ഒരു ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൽ ആനന്ദ് രാജ് 19 കയറിയിട്ടുണ്ടോ എന്ന് അറിയണം. എക്സ്ക്യൂസ് മീ സാർ, ആദ്യം ഗോവ ഫ്ലൈറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. സാർ, ഞാൻ വെയിറ്റ് ചെയ്യാം സാർ. താങ്ക് യു സാർ. എൻ്റെ ഊഹ ശരിയാണെങ്കിൽ ആനന്ദ് ഗോവയിലേക്ക് വിട്ടിട്ടുണ്ട്. അവൻ്റെ മൊബൈൽ നമ്പർ തരാം. അവന്റെ ഫോൺ പോലീസ് സ്റ്റേഷനിൽ ഉടഞ്ഞു പോയി സർ. ഓ, എന്റെ ഒരു ഫോൺ ഞാൻ അവനെ കൊടുത്തിട്ടുണ്ട് എനിക്ക് വിളിക്കാൻ. നമ്പർ 99 461 59198. അതിൽ ട്രൈ ചെയ്തിരുന്നു സർ, കിട്ടുന്നില്ല. അതില് GPS ട്രാക്കിംഗ് ഉണ്ടോ? ഉണ്ട് സർ, അതെന്റെ ഫോണായിട്ട് ലിങ്ക്ഡ് ആണ്. സാർ ആണോ? ഓക്കെ സാർ, താങ്ക് യു സാർ. യെസ്, കറക്റ്റ്. 10:30 ഗോവ ഫ്ലൈറ്റിന് ആനന്ദ് ഗോവയ്ക്ക് പോയിട്ടുണ്ട്. അലക്സ് എന്നോട് വാ. നിന്റെ ഫോൺ അഞ്ജലി കൊടുക്ക്. അഞ്ജലിയുടെ ഫോൺ നീ വെച്ചോ. കം ഓൺ, ഇമ്മീഡിയറ്റ്ലി ഗോ. സർ, ഞാനും കൂടി വന്നോട്ടെ സർ, നിങ്ങളൂടെ പ്ലീസ്. എന്തിന്? പ്ലീസ് കേറ് വേഗം. ഓക്കെ. അലക്സ്